ക്രാഫ്റ്റ് ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ലെന്ന് ഞാൻ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ആ കാണുന്നത്. വാലന്റൈൻസ് ഡേക്ക് അല്ലേ വരുന്നത്. ഒരു അടിപൊളി പിങ്ക് ആൻഡ് വൈറ്റ് തീമിൽ ഒരു ഗിഫ്റ്റ് ഐഡിയ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്ന ഞാനാണ് ഇപ്പൊ ഈ അവസ്ഥയിൽ. ആണ് ശരിക്കും സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ ഫുൾ കാണാം. ആദ്യം തന്നെ കാർഡ്ബോർഡ് ഹാർട്ടിന്റെ ഷേപ്പിൽ വെട്ടിയെടുക്കുക. എന്നിട്ട് അതിന് ഏതെങ്കിലും കളറിലുള്ള ചാർട്ട് പേപ്പറിൽ കവർ ചെയ്യുക. എന്നിട്ട് അതിന്റെ മുകളിൽ സെല്ലോ ടേപ്പ് വെച്ച് മുഴുവനായിട്ട് കവർ ചെയ്യുക. അതിനുശേഷം അതിന്റെ മുകളിൽ നമുക്ക് ഓരോ വിഷസ് എഴുതി കൊടുക്കാം. അത് കഴിഞ്ഞതിന് ശേഷം ഇത് പെയിന്റ് അടിക്കലായിരുന്നു പരിപാടി. നമ്മൾ എഴുതിയിരിക്കുന്ന വിഷസ് കവർ ചെയ്യാൻ പാകത്തിന് ഒന്ന് പെയിന്റ് അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പെയിന്റ് ഉണങ്ങാൻ എടുക്കുന്ന ടൈമിൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ബോക്സും കൂടെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ടെംപ്ലേറ്റ് വെച്ചിട്ടാണ് ബോക്സ് ഉണ്ടാക്കിയത്. ടെംപ്ലേറ്റ് പറയുന്നത് പോലെ കട്ട് ചെയ്യുക, എന്നിട്ട് ക്രീസസ് ഉണ്ടാക്കുക നമ്മൾ ഓരോ ഫോൾഡിലും. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഭംഗി വരട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ബോക്സിൽ ഒരു ഹൃദയത്തിന്റെ ഷേപ്പ് വെട്ടിയെടുക്കുകയും ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഈ കടയിലൊക്കെ കിട്ടുന്ന മിഠായി പെട്ടികൾ പോലത്തെ ഒരു സെറ്റപ്പ് ഒക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തു. അതും പോരാ എന്ന് തോന്നിയത് കൊണ്ട് വീണ്ടും ഞാൻ ആ പെട്ടിയുടെ മുകളിൽ പിങ്ക് കളർ പെയിന്റ് അടിക്കുകയും കുറച്ചുകൂടെ ആഡംബരത്തിന് വേണ്ടിയിട്ട് എഴുതി സ്റ്റിക്കേഴ്സ് പോലെ ഒട്ടിക്കുകയൊക്കെ ഞാൻ ചെയ്തു. പക്ഷെ എനിക്ക് പാടിപ്പോയത് എവിടെയാണെന്ന് വെച്ചാൽ വിഷസ് എഴുതുന്ന സമയത്ത് ടേപ്പ് ഒട്ടിക്കുന്നതിന് മുന്നേ വിഷസ് എഴുതണമായിരുന്നു. പക്ഷെ ഞാൻ ടേപ്പ് ഒട്ടിച്ചതിന്റെ മുകളിലാണ് വിഷസ് എഴുതിയത്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെയിന്റിന്റെ ഒപ്പം എഴുതിയ വിഷു കൂടി ഇളകി പോന്നു. നിങ്ങൾ ചെയ്യാൻ നേരത്തെ ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ച് ഇതൊരു അടിപൊളി ക്രാഫ്റ്റ് ആണ്. സോ ഇഷ്ടപ്പെട്ടത് പ്ലീസ് ഡു ലൈക്ക്, കോമന്റ് ആൻഡ് സബ്സ്ക്രൈബ്.